പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്. നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചോലാടാട്. നീയില്ലെങ്കിൽ ഇന്നെൻ ജന്മം വേനൽ കനവായി പൊയ്പോയേനെ. നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനെ. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്. നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചോലാടാട്. നിൻ പൂവിരലിൽ പൊന്മോതിരമായി നീയോടു ചേർന്നു ഞാൻ നിന്നു. ഏതോ പുണ്യം മാംഗല്യവുമായി സ്വയംവര പന്തലിൽ വന്നു. അസുലഭരജനികളിൽ മധുവിതുരാവുകളിൽ വസന്തമാം പൂങ്കൊമ്പിൽ നമ്മൾ തേന്മലരുകളായി. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്. നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചോലാടാട്.
ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം. ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. പകൽ വെയിൽ ചായും നേരം പരൽ കണ്ണു നട്ടെന്നും നീ പടിപ്പുരക്കോണിൽ കാത്തിരിക്കും. പകൽ വെയിൽ ചായും നേരം പരൽ കണ്ണു നട്ടെന്നും നീ പടിപ്പുരക്കോണിൽ കാത്തിരിക്കും. ഭഗവാനിൻ മനസ്സും തരാം. ചുരത്താവു ഞാനെൻ മൗനം തുളുമ്പുന്ന പൂന്തേൻ കിണ്ണം. ചുരത്താവു ഞാനെൻ മൗനം തുളുമ്പുന്ന പൂന്തേൻ കിണ്ണം. നിഴൽ പോലെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം. ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കാതിൽ മെല്ലെ ചൊല്ലി ഇണയായി നീ ചേരുമോ? ഏതോ നിശ്ചല നേരം നെഞ്ചോടായി ചേർന്നുവോ? തനിയേ അരികെ പതിയെ അണയും. കാതിൽ മെല്ലെ ചൊല്ലി ഇണയായി നീ ചേരുമോ? ഏതോ നിശ്ചല നേരം നിൻ
നെഞ്ചോടായി ചേർന്നുവോ? ദൂരെ ദൂരെ താരങ്ങളിൽ വാനിൽ ഉയരാൻ മോഹങ്ങളെ താനെ അണയും മിഴീണകൾ താനെ ചേരും മാർദ്ദവമിൽ ഒഴുകിടാം ചേർന്നിടാം പാടിടാം പ്രണയം കാതിൽ മെല്ലെ ചൊല്ലി ഇണയായി നീ ചേരുമോ? ഏതോ നിശ്ചല നേരം നെഞ്ചോടായി ചേർന്നുവോ? നേരം ചേരും സായാഹ്നമിൽ പല നാൾ ഒരു നാൾ ആഗ്രഹമായി മഴയിൽ നനയും കവിളിണകൾ അറിയാൻ അലിയാൻ നിമിഷവുമായി ശലഭമായി പാറിടാം വന്നിടാം ജീവനിൽ കാതിൽ മെല്ലെ ചൊല്ലി ഇണയായി നീ ചേരുമോ? ഏതോ നിശ്ചല നേരം നെഞ്ചോടായി ചേർന്നുവോ? നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാൻ കൊച്ചികൾ പകൽ നീളെ കിനാ കാണും ഒട്ടിടും അനുരാഗക്കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം
പൊന്നാര്യൻ കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറപറയോ പെണ്ണാളു കൊയ്തുവരും കച്ച നിറ പൊലിയാൽ നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവ തുടിതാളക്കൊടിയേറ്റം മത്സര കളിവള്ളത്തിരയോട്ടം പെണ്ണിനു മനമാകെ തളിരാട്ടം പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം Christy Thomas to lead us with the national anthem. Oh, can you see by the dawn's early light what so proudly we hailed at the twilight's last gleaming, whose broad stripes and bright stars through the perilous flight o'er the ramparts we watched were so gallantly streaming, and the rockets' red glare, the bombs bursting in air, gave proof through the night that our flag was still there. Oh, say does that star-spangled banner yet wave o'er the land of the free and the home of the brave? Very warm welcome on behalf of Kalavedi International. We are delighted to have you all here to be part of a very wonderful event hosted by Kalavedi. Once again, a hearty welcome. We, as members of Kalavedi, are committed to actively raise the quality of life for every child, regardless of religion, creed, and circumstance, and to achieve their full potential and a stage to perform for art. Our task is simple. To make it possible is what our aim is. And also our mission is to create harmony beyond human barriers. With that in mind, in the years past, we were able to prepare a stage to perform, to bring out the talents, to give opportunities, to appreciate, and also to acknowledge the talented dear ones. And thus, we were able to achieve our objective. And we can proudly say that our name itself clearly stands for it. Kalavedi. Kalavedi means a stage for arts to be performed. We were able to host several events, and the proceedings of collected
were handed over to underprivileged children, developmentally disabled children. We will continue to extend our hands to these destitute children who at one point were ignored in a community that was in denial. With that in mind, we planned this beautiful event this evening, and we are very appreciative that all of you could come and join us for a beautiful and noble cause. Thank you all. At this time, I will request the President of Kalavedhi International, Mr. Thomas C.B. David, to come forward and give us the presidential address. Mr. Thomas C.B. David. Good evening, everyone. ആദ്യം തന്നെ വന്നിരിക്കുന്ന എല്ലാ സഹൃദയരായ കലാസ്നേഹികൾക്കും കലാവേദിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കലാവേദി ഒരു പ്രസംഗ വേദിയല്ല. അതുകൊണ്ട് തന്നെ പ്രസിഡൻഷ്യൽ സ്പീച്ച് ആയാലും ഒരു തരത്തിലുള്ള പ്രസംഗങ്ങൾക്കും പ്രസക്തിയില്ലാത്ത വേദി ആയതുകൊണ്ട് ഇവിടെ ഒരു പ്രസംഗം നടത്തുന്നില്ല. ജനറലായിട്ട് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നു. കലാവേദിയുടെ ലോഗോയിൽ പറയുന്നത് പോലെ ബിയോണ്ട് ഹ്യൂമൻ ബാരിയേഴ്സ്, വിഭാഗീയതകൾക്ക് അതീതമായുള്ള മാനവ സൗഹാർദ്ദം ആണ് ഞങ്ങളുടെ ആദർശം. നമുക്കറിയാം, മതങ്ങൾ നമുക്ക് നന്മകൾ ചൊരിയുമ്പോൾ, നന്മകളുടെ സന്ദേശങ്ങൾ മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് ഒരു അശാന്തിയുടെ നാടുകളാണ് ലോകത്ത് എവിടെ നോക്കിയാലും. ഇതൊന്നും മറ്റെന്തെങ്കിലും കാരണത്താൽ സംഭവിക്കുന്നതല്ല. മതങ്ങൾ തന്നെയാണ് ഇന്നത്തെ ലോകത്തുള്ള എല്ലാ അശാന്തിയുടെയും ഉറവിടം എന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ വൈരുദ്ധ്യമായിട്ട് തോന്നുമെങ്കിലും സമാധാനവും സന്തോഷവും സ്നേഹവും ഉദ്ഘോഷിക്കുന്ന മതങ്ങൾ മനുഷ്യനെ അരിഞ്ഞു വീഴ്ത്താൻ, വാളെടുക്കാൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറുമ്പോൾ നമ്മൾ നെറ്റിച്ചുളിക്കുക മാത്രമല്ല, സാമൂഹ്യ ബോധമുള്ള പൗരബോധമുള്ള വ്യക്തികൾ അവർ സംഘടിക്കാൻ സന്നദ്ധരായിട്ട് ജാഗ്രതയോടെ എഴുന്നേൽക്കേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കലാവേദി. ഇവിടെ നമ്മൾ പ്രഘോഷിക്കുന്നത് ഫെലോഷിപ്പാണ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ. അതിന് ജാതിയും മതവും സമുദായവും ഒരു ബാരിയറല്ല. കലാവേദിയിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്. അത് ഓപ്പണാണ്, ആർക്കും കടന്നു വരാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മാനവികത ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സ് പ്രാപ്തമായിരിക്കണം. 3 ത്രൈമുഖ പദ്ധതിയാണ് കലാവേദിയുടെ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഒന്ന്, ബിയോണ്ട് ഹ്യൂമൻ ബാരിയേഴ്സ്, ഹാർമണി. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ. അത് ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പ്രേരിപ്പിക്കുന്ന മാനവികത വളർത്തുക, പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഏതാണ്ട് 20-something ഫാമിലീസ് ഉള്ളതിൽ എല്ലാ 3 മാസം കൂടുമ്പോഴും ഫാമിലി നൈറ്റ്സ് അവിടെ വളരെ സന്തോഷപൂർവ്വം സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. മറ്റ് ബിസിനസ് പ്ലാനുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ബിസിനസ് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു. ബിസിനസ് പദ്ധതി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കച്ചവട ലാഭം ഉണ്ടാക്കാനുള്ള പദ്ധതികളല്ല, അത് മനുഷ്യൻ്റെ നന്മയ്ക്കുള്ള പദ്ധതികൾ തന്നെ. രണ്ടാമത്തെ ഘടകമായിട്ടുള്ള ആർട്ട് ഫോർ ലൈഫ്, കല ജീവന് വേണ്ടി എന്നുള്ള പദ്ധതി. ലോകത്തിൽ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 200 മില്യൺ കുഞ്ഞുങ്ങൾക്ക് ആഹാരം, വിദ്യാഭ്യാസം ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മൾ വളരെ സുഭിക്ഷമായിട്ട് കഴിയുമ്പോൾ നമുക്ക് കണ്ണുണ്ടെങ്കിൽ അത് ഭാഗ്യം, കൈയുണ്ടെങ്കിൽ ഭാഗ്യം, കാലുണ്ടെങ്കിൽ ഭാഗ്യം. ഇതെല്ലാം ഉണ്ട്. നല്ല ജോലി, ഭവനം, കുടുംബം, ഇതൊക്കെ ആയാലും നമ്മൾ സംതൃപ്തരല്ല. നമ്മൾ പിന്നെയും ആർത്തിയോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്കത് വളർപ്പോഴും തമാശയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ? ഉള്ള അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ലോകത്ത് ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്ത ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് $10 മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന വലിയൊരു ഒരു ഒരു സ്തുതി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഘടകമായിട്ടുള്ള ആർട്ട് ഫോർ ലൈഫ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ സിറിയയിലെ ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോൾ യുനിസെഫിൽ കുട്ടികളുടെ പ്രോജക്റ്റിലൊക്കെ ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ കല പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ പരദേശികളായി പാർക്കുന്ന ഈ നാട്ടിൽ, പ്രവാസികളായിരിക്കുന്ന കുടിയേറ്റ ഭൂമിയിൽ നമ്മുടേതായിട്ട് ഒരു കൾച്ചറൽ, ഒരു സാംസ്കാരിക എൻവയോൺമെന്റ്, പരിസരം ഒരുക്കേണ്ടത് നമ്മുടെ ഘടകം, നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ വരും തലമുറയ്ക്ക്
നമ്മുടേതായ ഒരു സാംസ്കാരിക പശ്ചാത്തലം, അതിൻ്റെ പരിസരം ഒരുക്കിയെടുക്കുക. അതിൽ നാടകവും സംഗീതവും നൃത്തവും ഒക്കെ ഉൾപ്പെടും. കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ കലയിലൂടെ മാത്രമേ മനസ്സുകൾക്ക് അടുക്കാൻ പറ്റുള്ളൂ. പാകിസ്ഥാനിലുള്ള ഒരു സംഗീതജ്ഞൻ ഇന്ത്യയിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അവിടെ പൊളിറ്റിക്സ് ഇല്ല, അവിടെ ജാതി ഇല്ല. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളൊരു പെർഫോമൻസ് ചൈനയിൽ പോയി പെർഫോം ചെയ്യുമ്പോൾ, അല്ലെ അമേരിക്കയിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അയാൾ നിറമില്ല, അയാൾ ജാതീയ സമുദായമോ അവിടെ പ്രശ്നമല്ല. അപ്പം മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ ഏറ്റവും നല്ലൊരു ഘടകം, ഏറ്റവും നല്ലൊരു ടൂള്, ഉപകരണം എന്ന് പറയുന്നത് കലയാണ്. കലയിലൂടെ മാത്രമേ നമുക്ക് മാനവികത വളർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനുഷ്യനായിരിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും മനസ്സ് തുറന്ന് നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് നാടകം ആസ്വദിക്കാം. നാടകത്തിൽ കിടക്കുകയാണ്, സംസാരിക്കുന്നില്ല. ഇനി നമ്മുടെ സമൂഹത്തിൽ കലയിലൂടെ കഴിഞ്ഞ ദശാബ്ദങ്ങളോളം സംഭാവനകൾ നൽകിയ 2 ആചാര്യന്മാരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് നാടകത്തിലേക്ക് കിടക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും. പ്രത്യേകിച്ച് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ജോസ് തോമസ് സാറ്, മലയാള സിനിമയിൽ വളരെ വിജയകരമായിട്ട് വിജയം നേടിയ കുറേ മലയാള ചിത്രങ്ങളുടെ സംവിധായകനാണ് ജോസ് തോമസ്. അവസാനം ചെയ്ത ശൃംഗാരവേലൻ എന്ന സിനിമയാണ്, മായാമോഹിനി. ഇതൊക്കെ വളരെ കൊമേഴ്ഷ്യൽ ഹിറ്റ് പടങ്ങളായിരുന്നു. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്, വലിയൊരു കലാകാരനാണ്. നമ്മുടെ ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തെ പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. This evening, we are honored to have Mr. Jose Thomas, a well-renowned Malayalam film director, with us. His efforts needs no introduction. The results speaks for themselves through the movies that he has directed. It truly brings the person and knowledge which cannot be overlooked or bypassed. Since the 1990s to this day, his movies that we watch and enjoy are countless. Udayapuram Sultan, Maya Mohini and Sringaravelan are few of the many that he has directed. Ladies and gentlemen, please put your hands together to welcome Mr. Jose Thomas to the stage, to this beautiful, auspicious occasion. Mr. Jose Thomas. സ്നേഹം നിറഞ്ഞ എൻ്റെ മലയാളി സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഇത്ര മൈലുകൾക്കിപ്പുറം മലയാളികളായ ഇത്രയും പേരെ ഒരുമിച്ച് കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷം. ഈ സന്തോഷത്തിൽ എന്നെ ഭാഗമാക്കിയത് എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായ ശ്രീ ബാബു തോമസ്. അദ്ദേഹം ഞാനിവിടെ എത്തി എന്നറിഞ്ഞപ്പോൾ സിബിയോട് പറയുകയും ഈ ഫംഗ്ഷനിൽ തീർച്ചയായും അറ്റൻഡ് ചെയ്യണം. ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരണം എനിക്ക് ഇത്രയും പേര് ഒരുമിച്ച് കാണാൻ കഴിയുന്ന സന്തോഷം കൊണ്ട് തന്നെയാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ സിബി പറഞ്ഞു, പ്രസംഗം ഇവിടെ ഒരു വിഷയമല്ല, ആരും അധികം പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് കിടക്കുന്നുമില്ല. ഇന്ന് രാവിലെ സിബി, ഞാൻ കലാവേദിയെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ സിബി എന്നെ വിളിച്ച് പറഞ്ഞു, കലാവേദിയിലെ പ്രവർത്തനങ്ങൾ 23 ഫാമിലി കൂടി ഉണ്ടാക്കിയ ഒരു അസോസിയേഷൻ, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് അതും ഹൃദയം നിറയുന്ന സന്തോഷമായി. കാരണം ഇല്ലാത്തവനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അത് വലിയൊരു കാര്യമാണ്. സിബി പറഞ്ഞു, ഇതിൽ ക്രിസ്ത്യനുണ്ട്, ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്. ഞാനതൊന്ന് തിരുത്തി പറയട്ടെ, മനുഷ്യരുണ്ടായാൽ മതി, മനുഷ്യൻ മാത്രം മതി. അതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ജാതി മതം വേണ്ട എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു വേർതിരിവ് അവിടെ വരരുത്. നീ ആരാണ്, നീ ഏത് സമുദായത്തിൽപ്പെടുന്നു, ഏത് മതത്തിൽപ്പെടുന്നു എന്നത് നമ്മളുടെ ബാരിയറല്ല. നമുക്ക് ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്നവന് ജാതിയും മതവും ഒന്നുമില്ല. എല്ലാ ദൈവവും ഒന്നു തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാമോദിസ മുങ്ങിയുകൊണ്ട് ക്രിസ്ത്യാനിയായി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ ഭാരതത്തിൽ ജനിച്ച ആളാണ്. ഭാരതത്തിൽ ജനിക്കുന്ന എല്ലാവരും, ഞാൻ പറയാറുണ്ട്, ഹിന്ദു ഒരു മതമല്ല, ഹിന്ദു ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനിക്കുന്നത്. അവിടെ ഓരോരോ മതവിശ്വാസങ്ങളിൽ പെടുന്നവരുടെ
ഓരോരോ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി അവരെ അതാത് മതത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. അത് ശിശുവായിരിക്കുമ്പോൾ തന്നെ ആ കർമ്മം നടത്തപ്പെടും. ഇവിടെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ഈ മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുന്ന മനുഷ്യരെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാരെ ഈ കാലഘട്ടത്തിൽ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് എന്താ പറയുക, ഹൃദയത്തിൽ നിറയുന്ന സന്തോഷം കൊണ്ട് കണ്ണുകളും സജ്ജനങ്ങളാണ്. ഞാൻ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു സിനിമയുടെ പ്രവർത്തനവുമായിട്ടാണ് US വന്നത്. വന്നപ്പോൾ ആരും അറിയാതെ തിരിച്ചു പോകണമെന്ന് കരുതിയാണ് വന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ബാബു തോമസിനോട് പറഞ്ഞു, എന്നെ ഒന്ന് ഒഴിവാക്കുക, വേണ്ട. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഘടനയുടെ മീറ്റിങ്ങിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഈ കലാവേദിയുടെ ഈ മീറ്റിങ്ങിൽ, ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു നഷ്ടമാവുമായിരുന്നു. കാരണം ഇത്രയും ഹൃദയം മനസാക്ഷിയുമുള്ള മനുഷ്യർ ഒത്തുചേരുന്ന സ്ഥലത്ത് നമ്മൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, അവരോട് സംവേദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജീവിതത്തിലെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. അതുമാത്രമല്ല, ഞാൻ ഇന്നിവിടെ വരുമ്പോൾ എന്നെ പ്രൈമറി സ്കൂളിൽ അക്ഷരം പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ബാബു തോമസിൻ്റെ സഹോദരി ഒരു മേരിക്കുട്ടി ടീച്ചർ ഇന്നിവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വന്നാൽ ആ കാൽ തൊട്ട് വണങ്ങണം. 40 വർഷത്തിലേറെയായി കണ്ടിട്ട്, അമേരിക്കയിലേക്ക് പോകുന്നതിന് ശേഷം കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ടീച്ചർ വന്നില്ല. എങ്കിലും ഞാൻ മനസ്സാ നമിക്കുന്നു, പ്രണമിക്കുന്നു ആ ടീച്ചറിനോടും. എന്നെ അക്ഷരം പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരോടും, ഇന്ന് ഞാൻ കണ്ടുമുട്ടിയവരോടും, ഇന്നെന്നെ സ്നേഹിക്കുന്നവരോടും, സ്നേഹിച്ചവരോടും, സ്നേഹിക്കാൻ പോകുന്നവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, Mr. Jose Thomas. Now we have prepared a small video presentation that clearly gives us the achievements and all that we have done on behalf of Kalavedi for the last several years. A video presentation now. I hope you have a clear picture of what we've been doing for the last several years. Now, this evening we want to honor two unique people. One is Mr. P.T. Chacko, the founder of Fine Arts Malayalam in New Jersey. The reason why we want to honor Mr. P.T. Chacko is for the achievements that he has received during the course of his years in Malaysia and in USA. The performance that he was able to gather together on stage and collectively among the Malayalis, like I mentioned, in Malaysia and in United States. At this time, we have prepared a small video clip showing the achievements that he had at his performance. And once after that, we will present him with an award. Mr. P.T. Chacko with an award of excellence, and we want to do it in the presence of art and media invited guests. As I mentioned, as I call upon the names, please come to the stage. Mr. Taj Matthew, President of India Press Club of North America. Jinsmon Scaria, Chairman of Indian American Press Club of North America. Jose Kadapuram, Director, Kairali TV. Sunil Tristar, Director, Pravasi Channel. Gigi Abraham, President, Finance Malayalam Incorporated, New Jersey. Paul Karagapalli, Jai Hind Media. And members, the office bearers of Kalavedi, Shaji Jacob, Joint Secretary, Jacob Chitako, Treasurer, Suresh Panikar, Vice President, C.B. David, President. Now, ladies and gentlemen, please give a standing ovation to Mr. P.T. Chacko. And I request Jose Thomas to accompany him to give the Award of Excellence.
I'll just read what it says. Kalavedi International Incorporated presents Award of Excellence to P.T. Chacko, a man of principle, vision and leadership, in grateful appreciation for his outstanding contributions in arts and culture among Keralites in United States, on Saturday, October 31st, 2015. Ladies and gentlemen, put your hands together once again for Mr. P.T. Chacko. I should very sincerely thank Kalavedi honoring me like this in presence of art-loving people and leaders. സാധാരണ മലയാളികൾ ഒരു അവാർഡ് കൊടുക്കാറുള്ളത് ആ വ്യക്തി മരിച്ചു കഴിയുമ്പോഴാണ്. എൻ്റെ അറിവിൽ ഞാൻ മരിച്ചിട്ടില്ല. God has given us some ability, some talents to be used for self, for others. That's how we serve God in different ways. My role was being part of the team, identify people who can sing, dance, act, and perform to the art-loving world, confined to Malayalam for the last 64 years, starting from the age of 20. God has given me so far good health, good, rather somewhat modest knowledge, which I used for His glory and for the service of mankind. That's all what I wanted to say. But I am able to receive this on behalf of my friends, Fine Arts, whom you are going to see very shortly. They are proud and they're honest and sincere artists. I do not have to tell you, you are going to witness. They are going to show മഴവില്ല് പൂക്കുന്ന ആകാശം. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഡ്രാമ കണ്ടു കഴിയുമ്പോൾ മഴവില്ല് പ്രകാശിക്കുന്നതായിരിക്കും. I do hope my friends will do justice and I am confident about them. Thank you very much. We also want to honor a unique person that is none other than Mr. Nilambur Karthikeyan. He is a musician, he has composed many songs, he has sung many songs, more than 50 plus films, movie films that he has sung, and definitely a musician who is a teacher himself, has a master's degree in Carnatic and classical music, and I request the members of the stage to please kindly move aside so that we could also present a video clip of Mr. Karthikeyan. And we will be presenting him a Pratibha Award for all the outstanding work that he is doing for music and in this country. Kalavedi International presents Kalavedi Pratibha Award
to Nilambur Karthikeyan in appreciation for his outstanding contributions as a musician. October 31st, 2015, New York. And I request President C.B. David to present the award to Mr. Karthikeyan. Please take a seat. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ മനസ്സ് നിറഞ്ഞു. കാലഹരണപ്പെട്ട ഏതാനും ഗാനങ്ങളുടെ ഒരു പിന്നണി ഗായകനാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ ഒരു സംഗീത അധ്യാപകനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. പിന്നെ കലാവേദി, അതിൻ്റെ അണിയറ പ്രവർത്തകർ എനിക്ക് നൽകിയിട്ടുള്ള ഈ ഉപഹാരം ഞാൻ വളരെ അതിന് വിലമതിക്കുന്നു. ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഫൊക്കാനയുടെ ടൊറൻറ്റോയിലെ ഒരു പരിപാടിക്ക് ശ്രീ യേശുദാസ് അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ എല്ലാം പാടിയിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും സംഗീതം അഭ്യസിച്ച് ഇപ്പോൾ സംഗീതം പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിടാം, ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എനിക്കൊരു അവാർഡ് ശ്രീ യേശുദാസ് തന്നതുപോലെ ആയിരുന്നത്. ആ നിമിഷം ഞാൻ ഓർത്തുകൊണ്ട് കലാവേദിക്ക് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, ഈ കലാവേദിയിൽ ഇപ്പോൾ 23 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു 100 അല്ല 1000 വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Before we move into this evening's event, that is the drama, we have a song by Gia Vincent, and I request Gia Vincent to come forward to lead us in singing.
Italian. Gia and also Christy are students of Mr. Karthikeyan, and our president wanted to honor these two young children. I also call upon Christy Thomas to come to the stage, please. And we have a special gift for you by our president. Now, a very talented young men and women are behind the stage preparing for this drama that we are much eagerly waiting this evening for. So now I call upon the drama group to come and present Maravil Pukunna Agasa.